115 സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും നിങ്ങളെ മറന്നു പോയാലും എൻ്റെ ദൈവം നിന്നെ ഓർത്താൽ നിന്റെ പേരിലൊരു അനുഗ്രഹം വരും. എന്താണ് ഇതിനകത്തെ ആത്മീക സന്ദേശം? ദൈവം നിന്നെ ഓർക്കാൻ സമയമായി. വേദപുസ്തകം നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നോഹ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ദീർഘവർഷങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി. ഭൂമി നശിക്കുവാൻ പോകുന്നു, പ്രസംഗം ആരും കൈക്കൊണ്ടില്ല. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം പണി, നീയും കുടുംബം പെട്ടകത്തിൽ കയറും. സ്തോത്രം. സകല ജീവനുള്ള ജന്തുക്കളിലും 2 പെട്ടകത്തിൽ കയറട്ടെ. പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി. തോട് നിറഞ്ഞു, ആറ് നിറഞ്ഞു, കുന്നു നിറഞ്ഞു, മല നിറഞ്ഞു. ജീവനുള്ളതെല്ലാം ചത്തൊടുങ്ങി. ന്യായവിധിയുടെ വെള്ളം ഭൂമിയെ അവൻ തീർത്ത് കളഞ്ഞപ്പോൾ ഇതാ നോഹയുടെ പെട്ടകം ന്യായവിധിയുടെ ജലത്തിന്റെ മുകളിലൂടെ ചലിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ നോഹയെ ദൈവം ഓർത്തു. അടുത്ത വാക്യം, ഒരു കാറ്റടിപ്പിച്ചു. ആ കാറ്റ് നോഹയുടെ പെട്ടകത്തെ എവിടോട്ടോ വലിച്ചുകൊണ്ട് പോവുകയാണ്. നോഹ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പ്രപഞ്ചത്തിലുള്ളതെല്ലാം മരിച്ചു മൺമറഞ്ഞു, ഞാനും കുടുംബവും മാത്രം ശേഷിക്കുന്നു. ഈ പെട്ടകത്തെ കാറ്റ് എങ്ങോട്ട് കൊണ്ടുപോവുക? നോഹയെ പേടിക്കണ്ട, നീ എവിടെ ഉറയ്ക്കണോ അവിടേക്കാണ് കാറ്റ് നിന്നെ കൊണ്ടുപോകുന്നത്. ഞാനൊരു സന്ദേശം പറയട്ടെ. ചില പ്രതികൂലം എന്തിനാ അടിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. ആ പ്രതികൂലം തകർക്കാനല്ല, നിന്നെ ഉറപ്പിക്കാനാണ്. നോഹയുടെ പെട്ടകത്തെ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തി. എന്നിട്ട് ഭൂമിയിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. വെള്ളം ഇറങ്ങിയപ്പോൾ പെട്ടകം താണു വന്നു. നമ്മൾ ബൈബിൾ വായിക്കുക, ആമേ, നോഹയുടെ പെട്ടകം താണു വന്ന് ഉറച്ചത് അരാരാത്ത് പർവ്വതത്തിലാണ്. ഈ പർവ്വതത്തിന്റെ മുകളിൽ പെട്ടകത്തെ കൊണ്ടെത്തിക്കാനാ ഒരു കാറ്റടിപ്പിച്ച്. വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ദൈവം നിന്നെ ഓർത്തത് കൊണ്ട് നിന്നെ ഒരു കാറ്റടിപ്പിക്കുക, നിനക്ക് മേലെ ഒരു കാറ്റടിപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, നിന്നെ കൃത്യസ്ഥലത്ത് കൊണ്ട് നിർത്താൻ. ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം ചിലയിടത്ത് ഉറപ്പിക്കും, നിന്നെ ദൈവം ചിലയിടത്ത് അനുഗ്രഹിക്കും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇന്ന് നിങ്ങൾ ഈ ദൂതേറ്റെടുക്കണം. കർത്താവേ, എന്നെ ഒന്ന് ഉറപ്പിക്കണേ. നീ തീർന്നെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്നെ ഓർത്തിരിക്കുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, യഹോവ നമ്മെ അനുഗ്രഹിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മറക്കുന്ന മനുഷ്യരുടെ നടുവിൽ ഞങ്ങൾ പാർക്കുമ്പോൾ ഞങ്ങളെ മറക്കത്തിലെ ഓർക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ഓർക്കണമേ, അവരെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നിന്റെ നാമം ചൊല്ലി ഞാൻ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ ഓർക്കും, നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.